സംഘടന എഴുത്ത് വായന പഠനം എന്നാണ് ഈ സംഘടനയുടെ പേര്. സംഘടനയുടെ മുദ്രാവാക്യമായി പറഞ്ഞത് സമഗ്രാധിപത്യത്തിനെതിരെ അറിവിൻ്റെ പ്രതിരോധം എന്നാണ്. അപ്പോൾ അതൊക്കെ കൂടി കേട്ടുകൊണ്ടിരുന്നപ്പോൾ സജിത്ത് ഇവിടെ വന്നിങ്ങനെ ഈ പാട്ടിങ്ങനെ പാടുകയും ചെയ്തപ്പോൾ ഈ സമഗ്രാധിപത്യത്തിനെതിരെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് പാട്ടുകാരൻ്റെ തന്നെ ഒരു കഥാസന്ദർഭം, ഒരു ജീവിത സന്ദർഭം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് എറണാകുളത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രശസ്തനായ മലയാള സിനിമാ സംവിധായകൻ അമൽ നീരദിൻ്റെ അച്ഛൻ CR ഓമനക്കുട്ടൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുന്നു. 3-4 പേർ ചേർന്ന് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്താണ് താമസം. ഇന്നത്തെ പോലെ കോളേജ് അധ്യാപകർക്കുമൊന്നും കനത്ത ശമ്പളം ഇല്ലാതിരുന്നൊരു കാലം. അതുകൊണ്ട് തന്നെ മാസാവസാനമാകുമ്പോൾ ദാരിദ്ര്യം കൂട്ടുവരുന്ന കാലം. മാസാവസാനമായപ്പോൾ ഓമനക്കുട്ടൻ സാറും സുഹൃത്തുക്കളും കൂടി അവരുടെ പാചകക്കാരനെ വിളിച്ചു പറഞ്ഞു, കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, റേഷനരിയിട്ട് വേവിക്കുക, ഒരു കറി മതി. അങ്ങനെ പാചകം അവിടെ നടക്കുന്നു. ഇവർ ഒരു ഞായറാഴ്ച ഈ ഉദ്യോഗസ്ഥരായ കൂട്ടുകാരിരുന്ന് ചീട്ട് കളിക്കുന്നു. ഉച്ച സമയം, ഭക്ഷണം കഴിക്കാൻ സമയമായി. അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റ് പോലെ ഒരാൾ അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. തികച്ചും മുഷിഞ്ഞ വേഷം, പറക്കുന്ന മുടി, തീ കത്തുന്ന കണ്ണുകൾ, മെലിഞ്ഞ ശരീരം, കണ്ടാൽ ദീർഘയാത്ര കഴിഞ്ഞ് വന്നതുപോലിരിക്കുന്നു. വന്നുടനെ ആ ആൾ പറഞ്ഞു, ചോറ് തന്നാൽ പാട്ടുപാടാം, ചോറ് തന്നാൽ പാട്ടുപാടാം. ഇവർ കളിച്ചുകൊണ്ടിരുന്ന ചീട്ടുകളി നിർത്തി അവിശ്വസനീയ ഭാവത്തിൽ നോക്കി. കുറേ കൂടി ദൃഢമായി അയാൾ പറഞ്ഞു, ചോറ് തന്നാൽ പാട്ടുപാടാം. അവർ പറഞ്ഞു ശരി. പാചകക്കാരനോട് പറഞ്ഞു, ചോറ് കൊടുക്കൂ. ചോറും ആകെയുള്ള കറിയും, ഒരു കറിയും. എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കണ്ടിട്ടില്ലാത്ത ആളിൻ്റെ ആർത്തിയോടെ ഈ വന്ന മനുഷ്യൻ വാരി വാരി തിന്നുകയാണ്. തിന്നു കഴിഞ്ഞ് അയാൾ പാട്ട് പാടുന്നു. ആദ്യം 1-2 ഭക്തിഗാനങ്ങൾ പാടി. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞ്, ഭക്തിഗാനം മതി, സിനിമാ പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ പാടാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സിനിമാ പാട്ട് പാടി. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല എന്ന് തുടങ്ങുന്ന സിനിമാ പാട്ട് പാടി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയി അടുത്ത പാട്ട് പാടി. ഇങ്ങനെ 5-6 പാട്ട് പാടിയപ്പോൾ ഇവർ പറഞ്ഞു, വേറെ പാട്ടൊന്നുമില്ലേ? അപ്പോൾ അയാൾ ചോദിച്ചു, ഏത് പാട്ട്? യേശുദാസിൻ്റെ പാട്ട്, കമുകറയുടെ പാട്ട്? അപ്പോൾ അയാൾ പറഞ്ഞു, പുരുഷോത്തമൻ്റെയും ദാസിൻ്റെയും പാട്ട് പാടാനല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ അവരുടെ പാട്ടുകൾ പാടാറില്ല. അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. ഇവർ പറഞ്ഞു, നിങ്ങൾ അത്ര വലിയ ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാട്ട് മതി. അപ്പോൾ ആ ആൾ പറഞ്ഞു, നിങ്ങൾ ചോറ് തന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്ന പാട്ട് പാടാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ ചോറ് തന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പറയുമ്പോൾ പാട്ട് നിർത്താനും ഞാൻ തയ്യാറല്ല. അപ്പോൾ ഓമനക്കുട്ടൻ മാഷ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് മെഹബൂബിൻ്റെ പാട്ടുകൾ മാത്രം പാടുന്നത്? പറഞ്ഞ മറുപടി അതിമനോഹരമായിരുന്നു, ഞാൻ മെഹബൂബായതുകൊണ്ട്. ഇതാണ് സമഗ്രാധിപത്യത്തിനെതിരെ കലയുടെ പ്രതിരോധം, അറിവിൻ്റെ പ്രതിരോധം എന്ത് എന്ന ചോദ്യത്തിനുത്തരമാണ് ഞാനിപ്പോൾ ഈ സംഭവത്തിലൂടെ ഓർത്തത്.